നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കൂട്ടുകാരുടെ കൂടെ കോഴിക്കോട് ബീച്ചിൽ നല്ല ചില്ലടിച്ച് നടക്കുമ്പോൾ പെട്ടെന്നൊരു പ്ലാൻ ഇട്ടാണ് എവിടെയും പോയിട്ട് നല്ല അടിപൊളി ഭക്ഷണം കഴിക്കണമെന്ന്. അപ്പോൾ നമ്മളെ കൂട്ടത്തിലെടുത്തും പറഞ്ഞ് നമുക്ക് സൂഫി മന്തിയിൽ പോയിട്ട് മന്തി കഴിച്ചാലോ ഒന്ന് പ്ലാൻ ഇട്ടു. അപ്പോൾ നമ്മളിതിന് മുന്നേ പോയിട്ടില്ല, അപ്പം ഫസ്റ്റ് ടൈമാണ് പോകുന്നത്. അപ്പോൾ ഒന്ന് പോയി എൻജോയ് ചെയ്യുന്നതാണ് ഈ ഒരു വീഡിയോ. I've been living life right like I could just die any minute. Going for a ride down the side, PCH country limit. I don't need a guide, follow lights, take me where I wanna visit. Are you alive? Or just breathing? 'Cause I've been living life right like I could just die any minute. Going for a ride down the side, PCH country limit. I don't need a guide, follow lights, take me where I wanna visit. Are you alive? Or just breathing? Flashing red lights, driving at night, windowless ride, feeling alive. Nothing in sight, forever in flight. Follow those lines, we'll make it this time. Blurry street lights, work as a guide to memories that we'll make it tonight. Oh yeah, we'll make it tonight. Yeah, I'll do anything that I feel like I wanna do. I'm living life like I got nothing left to prove. No end in sight, just always staying on the move. I'll go all night if that's just what I gotta do. Life's too short to care about what you can't afford. Memories are in what you explore, so just don't be ignored. Go ask for more, go ask for more. 'Cause I've been living life right like I could just die any minute. Going for a ride down the side, PCH country limit. I don't need a guide, follow lights, take me where I wanna visit. Are you? സണ്ണി വൈൻ്റെ ഒരു ഇൻ്റർവ്യൂവിൽ സണ്ണി വൈൻ പറയുന്നുണ്ട്, എന്താണ് ഹാപ്പിനെസ് എന്ന് ചോദിക്കുമ്പോൾ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുക, ചില്ല് ചെയ്യുക, അതൊക്കെയാണ് എൻ്റെ ഹാപ്പിനെസ് എന്ന് പറയുന്നുണ്ടല്ലോ. സത്യമല്ലേ? അത് സത്യമാണെന്ന് തോന്നുന്നവർക്കൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. കോഴിക്കോട് ബീച്ചിൽ നിന്ന് വാക്കിംഗ് ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ നമ്മൾ സൂഫി മന്തിയിലേക്ക്. സൂഫി മന്തിൻ്റെ ബിൽഡിങ്ങൊക്കെ കാണാൻ ഒരു അറേബ്യൻ ടച്ച് ഉണ്ട്. അതേപോലെ അത്യാവശ്യം നല്ല പാർക്കിംഗ് സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ വന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയൊരു നല്ല സ്പോട്ട് തന്നെയാണിത്. സൂഫി മന്തിയിൽ വന്നപ്പം തന്നെ നമുക്ക് അനുഭവപ്പെട്ട പ്രധാന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇവിടെയുള്ള റഷാണ്. ജനങ്ങൾ ഒരുപാട് വരുന്നുണ്ട് ഇവിടെ ഭക്ഷണം കഴിക്കാൻ. ഒരുപാട് ഫാമിലീസാണ് ഇവിടെ വരുന്നത്. ഇവിടെ കയറുന്നിടത്ത് തന്നെ നിങ്ങൾക്ക് കാണാൻ ഒരുപാട് ആൾക്കാരുണ്ട്. ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെ ഫുള്ളാണ് ഏതാണ്ട് ടേബിൾസൊക്കെ. നമ്മളിവിടെയുള്ള ആൾക്കാരുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നമുക്ക് വേണ്ടി വാക്കി ടോക്കിയിലൊക്കെ മേലെ അവിടെ ഇവിടെയൊക്കെ എന്തെങ്കിലും സീറ്റ്സ് അവൈലബിൾ ആണെങ്കിൽ നമ്മളോട് പറയും. അങ്ങനെ ഏതാണ്ട് ഒരു 10 മിനിറ്റോളം നമ്മൾ അവിടെ കാത്തു നിന്നപ്പം അവിടെയുള്ള വാക്കി ടോക്കിൽ ഒരു ചേട്ടൻ പറഞ്ഞു മജ്ലിസ് മതിയോ എന്ന് ചോദിച്ചു. ഞങ്ങൾ 4 ആളാണല്ലോ ഉള്ളത്. അപ്പം മജ്ലിസ് കറക്റ്റായിരിക്കും എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ വല്ല ഫസ്റ്റ് ഫ്ലോറിലേക്ക് വിട്ടു. I've been living life right like I could just die any minute. Going for a ride down the side, PCH country limit. I don't need a guide, follow lights, take me where I wanna visit. Are you alive? Or just breathing? 'Cause I've been living life right like I could just die any minute. Going for a ride down the side, PCH country limit. I don't need a guide, follow lights, take me where I wanna visit. Are you alive? Or just breathing? അങ്ങനെ ഞങ്ങൾ മജ്ലിസിലിരുന്ന് ഏതാണ്ട് ഒരു ഫുൾ അൽഫാം ഓർഡർ ചെയ്തിട്ട് ഞങ്ങൾ 4 ആൾക്ക് വേണ്ടിയിട്ട്. അപ്പം വല്ല ഓരോ സാധനങ്ങളായിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. താഴെ കണ്ട ഡിലേ ഒന്നും ഫുഡ് സെർവിങ്ങിൽ അങ്ങനെ വലിയ കാര്യമായൊരു ഡിലേ ഒന്നും ഫീൽ ചെയ്തില്ല. അങ്ങനെ നമ്മുടെ അടിപൊളി മന്തി എത്തിയിട്ടുണ്ട്. അപ്പം വല്ല കഴിപ്പും കാര്യങ്ങളൊക്കെ തുടങ്ങട്ടെ. മജ്ലിസ് ആയതുകൊണ്ടും രാത്രി സമയമൊക്കെ ആയതുകൊണ്ട് കുറച്ച് ലൈറ്റിൻ്റെ അഭാവമുണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു തീം തന്നെ കുറച്ചൊരു ഡാർക്ക് രീതിയിലായിരിക്കണമല്ലോ മജ്ലിസിലൊക്കെ ഇരിക്കുമ്പോൾ. അപ്പോൾ ആ ഒരു ഇതിൽ ലൈറ്റ് ലേശം കുറവാണ്. അപ്പോൾ വീഡിയോ കാണുന്നവരൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാം.
അങ്ങനെ ഞങ്ങൾ 4 ആളും കൂടെ നല്ല രീതിയിൽ പോളിങ് ചെയ്തായിരുന്നു. കുറച്ച് എക്സ്ട്രാ റൈസും അതേപോലെ അൽഫാമൊക്കെ വാങ്ങി. ടിപ്പിയാ നല്ലല്ലേ? നെഹദി വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അല്ലേടാ? നെഹദി വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എങ്ങനെ? പോയിട്ടില്ല? നീ പോയില്ലേ? ഫസ്റ്റ് ടൈമാ? നല്ലല്ലേ? എടാ നിനക്കോ നെഹദി ഇഷ്ടപ്പെട്ടു? റൈസ് രണ്ടും രണ്ട് ടേസ്റ്റാണ്. ചിലർക്ക് നെഹദിയിൽ ഇഷ്ടപ്പെടും, ചിലർക്ക് സൂഫി മന്തിയിലേക്ക്, ഓരോരുത്തർ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. എനിക്ക് പേഴ്സണലി റൈസ് ഇഷ്ടമാണ്, നെഹദിയുടെ റൈസാണ്. എൻ്റെ പേഴ്സണലായിട്ടുള്ളൊരു അഭിപ്രായം പറയാം. ഏതെങ്കിലും ഹോട്ടലിലൊക്കെ പോയിട്ട് അവിടെ മജ്ലിസ് അവൈലബിൾ ആണെങ്കിൽ മാക്സിമം അവിടെ ഇരിക്കാൻ നോക്കുക. ഫാമിലിയും ഫ്രണ്ട്സൊക്കെ ആയിട്ട് പോകാനാണെങ്കിൽ ബെസ്റ്റ് അതാണ്. കാരണം നമുക്ക് സംസാരിക്കാനൊക്കെ പറ്റിയ നല്ലൊരു ആംബിയൻസും കുറേ ഒരു വൈബ് വേറെ തന്നെയാണ് അവിടെ പോയി ഇരിക്കുന്നതിൻ്റെ. അതേപോലെ തന്നെ കോഴിക്കോട്ടുകാരെ ഭാഷയിൽ പറയും സൊറ പറയാൻ പറ്റിയ ബെസ്റ്റ് സ്ഥലമാണത്. സൂഫി മന്തിയിൽ വന്നിട്ട് ഇരുന്ന് കഴിക്കാൻ പറ്റിയ ഒരുപാട് സൗകര്യങ്ങളുണ്ട്. മജ്ലിസ് ഉണ്ട്, വലിയ ടേബിളുകളുണ്ട്, കുറേ ആൾക്കാരൊക്കെ വന്ന് ഇരിക്കാൻ പറ്റിയ ചെറിയ ടേബിൾസ് അവൈലബിൾ ആണ്. അങ്ങനെ നല്ല രീതിയിൽ ഇരിക്കാനുള്ള സൗകര്യം നല്ല രീതിയിൽ ഇവിടെ ഉണ്ട്. ഇവിടുത്തെ ഇൻറ്റീരിയറും ആംബിയൻസും ഒക്കെ തനൊരു കോഴിക്കോടിൻ്റെ അതേപോലെ ഒരു അറബിക്ക് ടച്ചും കാര്യങ്ങളൊക്കെയാണ്. ഇത് ഞാൻ ഇവിടുത്തെ സെർവ് ചെയ്ത പോയിനെ കൊണ്ട് എടുത്ത 2 ഷോട്ടാണ് ഇവിടുത്തെ കിച്ചണിൻ്റെ. എൻ്റെ പേര് നേനും അരുൺ. താങ്ക്സ് എടാ. അപ്പോൾ പറയാനുള്ളത് ഇതാണ്, നെഹദി മന്തിയും ഇവിടെയുള്ള ഒരുപാട് മന്തി കടകളൊക്കെ കഴിച്ച് മടുത്ത് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടൊക്കെ എന്തെങ്കിലും ട്രൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു ആംബിയൻസും കാര്യമൊക്കെ ആസ്വദിക്കണം എന്നുണ്ടെങ്കിൽ സൂഫി മന്തിയിലേക്ക് വരിക. സജസ്റ്റബിൾ സ്ഥലമൊക്കെ തന്നെയാണ്, അത്ര മോശം എന്നൊന്നും പറയാനില്ല. നല്ല തിരക്കുണ്ട് എന്നുള്ളത് മാത്രമാണ് പ്രശ്നം. അതേപോലെ കമ്പാരിറ്റീവ്ലി ടേസ്റ്റ് ഓരോ കടയിൽ ഓരോ രീതിയിലായിരിക്കുമല്ലോ ഉണ്ടാവുക. എനിക്ക് എന്തായാലും അവിടെ ഉണ്ടാക്കിയ ചിക്കനും അതേപോലെ അൽഫാമും കാര്യങ്ങളൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ നിങ്ങളെ അഭിപ്രായം പറ, എങ്ങനെയുണ്ട് സൂഫി മന്തി? സൂഫി മന്തി അടിപൊളിയാണ്. ഞാൻ പല സ്ഥലങ്ങളിൽ നിന്ന് കഴിച്ചിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ മോശം പറയാനൊന്നുമില്ല, നന്നായിരുന്നു സംഭവം. നന്നായിരുന്നു. അപ്പോൾ ടി പി പറ. സൂഫി മന്തി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടണമെന്നില്ല. എനിക്ക് പേഴ്സണലി വലിയൊരു ലൈക്ക് ഒന്നും ഇല്ലാത്തൊരു സാധനം. ആംബിയൻസ് ഒക്കെ അടിപൊളിയാണ്, പക്ഷെ റൈസ് സൂഫി മന്തിയിലെ ചിക്കൻ അടിപൊളിയാണ്, പക്ഷെ റൈസ് എനിക്ക് വലിയൊരു ലൈക്കല്ല. എനിക്ക് സൂഫി മന്തിയിലേക്കാൾ നെഹദിയിലെ റൈസാണ് ഇഷ്ടം. റൈസ്. അപ്പോൾ അർജുന, ഞാൻ ഈ മന്തി ഐറ്റംസ് ഒന്നും അങ്ങനെ അധികം കഴിക്കാത്തല്ല, അഭിപ്രായം പറയാം. എന്നാലും കഴിച്ചിട്ട് അങ്ങനെ കുഴപ്പമില്ലല്ലോ. ഇന്ന് നിങ്ങൾ ഒരു റേറ്റിംഗ് പറഞ്ഞാൽ എനിക്ക് ഒരു 5 റേറ്റിംഗ് ഞാൻ 5-ൽ 3.5. ഒരു 3. നിനക്കോ? 3. ഞാനൊരു 3.5 കൊടുക്കാം. കുഴപ്പമില്ല, എനിക്ക് റൈസ് ഇഷ്ടപ്പെട്ടു. ഞാൻ പിന്നെ നല്ല വിശപ്പുണ്ടായിരുന്നു, അതുകൊണ്ട് പിന്നെ അറിയില്ല, നമുക്ക് എന്ത് ഇതാണെന്ന് അറിയില്ല, അതുകൊണ്ട് നന്നായിട്ട് ഇരുന്ന് കഴിച്ചായിരുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഇതൊക്കെ നമ്മളെ ഫ്രണ്ട്സ് ആണ്, അശ്വന്ത്, അർജുന്, ടിപി, ഇതെല്ലാം സ്കൂൾ ഫ്രണ്ട്സ് ആണ്. ഇപ്പൊ കുറെ കാലത്തിന് ശേഷം കണ്ടോണ്ട് നമ്മളിങ്ങനെ റിവ്യൂ ഒക്കെ ആയിട്ട് ഇറങ്ങിയതാ. അതെ, ഇപ്പൊ കാണാം. ശരി, ബൈ.